ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. സോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ ലവ് റീഡിംഗ് മുഴുവനുമായി കാണുക. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി അത്രയും സന്തോഷത്തിനൊന്നുമല്ല. മേ ബി പുറമേ നിങ്ങളുടെ അടുത്ത് സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ്, ഞാൻ ഹാപ്പി ആണ് എന്നുള്ള രീതിയിലൊക്കെ ഈ പേഴ്സൺ പറയുന്നുണ്ടാകാം, പ്രകടിപ്പിക്കുന്നുണ്ടാകാം, അങ്ങനെ നടക്കുന്നുണ്ടാകാം. അങ്ങനെ എങ്ങാനും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഏറ്റവും വലിയ പ്രോബ്ലത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏറ്റവും വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ പലവരുടെയും അടുത്ത് നിന്ന് ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു സമാധാനപരമായിട്ട് നീങ്ങാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അത് പല രീതിയിലും സ്ട്രഗിളിംഗ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ്. സിറ്റുവേഷൻസ് വളരെ സ്ട്രഗിളിംഗ് ആണ്. ഈ വ്യക്തിക്ക് അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് മുന്നോട്ട് പോകാനും ഈ ഒരു അവസ്ഥ അനുഭവിക്കാനും ഈ ഒരു ഒറ്റപ്പെടൽ. പക്ഷെ ഈ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം മറ്റുള്ളവരുടെ സാന്നിധ്യം ഈ വ്യക്തിക്ക് പറ്റുന്നില്ല. മറ്റുള്ളവര് ഈ പേഴ്സണെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പേഴ്സന്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഈവൻ പാരൻസ്, സമാധാനം കൊടുക്കേണ്ട ഏറ്റവും വലിയ ആൾക്കാരാണ് അച്ഛനും അമ്മയും. പക്ഷെ അവര് പോലും ഈ വ്യക്തിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് എന്താണ് അതിന് കാരണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. 98% ഓഫ് ആളുകൾക്കും അറിയാം അതെന്താണെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഈ വ്യക്തി ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒറ്റക്കാണ്, ഞാൻ ഒറ്റക്ക് പോരാടിക്കോളാം, ഞാൻ ഒറ്റക്ക് ഫൈറ്റ് ചെയ്തോളാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരിക്കലും വിട്ടുകളയാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കാം നിങ്ങൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പേഴ്സൺ ഒന്ന് ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം സമാധാനം കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ ഈ വ്യക്തിയുടെ സ്വന്തം വീട്ടിലൊക്കെ ആണെങ്കിലും മര്യാദക്ക് കിടന്നുറങ്ങാനൊന്നും പറ്റുന്നില്ല. കാരണം ഒരു വ്യക്തി വളരെ വിഷമിച്ച് ജനലിലേക്ക് നോക്കി പുറത്തേക്ക് ഒക്കെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഈ വ്യക്തി സംതിങ് ഇപ്പൊ ഓൾറെഡി ഒരു ജോലി ഉണ്ടെങ്കിൽ കുറച്ച് മാറി ചിന്തിക്കുന്നുണ്ട്. മേ ബി കുറച്ചും കൂടി സ്ഥലം മാറ്റം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വ്യക്തിയുടെ വീട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളം വിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനോ, അല്ലെങ്കിൽ സ്ഥലം മാറി ചിന്തിക്കുന്നുണ്ട്. സ്ഥലം മാറണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്ഥലം മാറിക്കൂടാ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ഒരു ചേഞ്ച് വേണം. ഇല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഭ്രാന്ത് പിടിക്കും. ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല. ഈ വ്യക്തിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇത്രയും കാലം ജീവിച്ചത്. ഒരു കാര്യം മാത്രമേ ഈ വ്യക്തി ഇവരോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, നിങ്ങളായിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ നിങ്ങളെ വേണം. ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് മാത്രമേ ഈ പേഴ്സന്റെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് പറയുന്ന രീതിയിൽ പോകാനാണ് അവര് ഈ പേഴ്സണെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ അങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ സാധിക്കില്ല. ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഈ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ പേഴ്സൺ നാഴികയ്ക്ക് 40 വട്ടം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആരിലും എനിക്ക് കീഴ്പ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ ആരുടെയും അടിമയല്ല ഞാൻ. ഓക്കെ, ആരുടെയും അടിമയല്ല ഞാൻ. മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് ജീവിക്കാൻ ഞാൻ ആരുടെയും അടിമയല്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല രീതിയിലുള്ള പ്ലാനിങ് ഉണ്ട്,
പിന്നെ ഈ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു വില്ലനായിട്ട് നിൽക്കുന്നത് ഈ വ്യക്തിയുടെ സത്യസന്ധതയാണ്. സത്യസന്ധതയും താഴ്മയും. ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ഏറ്റവും കൂടുതൽ ഈ പേഴ്സന്റെ പാരന്റ്സ് ആയിരിക്കാം എതിർത്തിട്ടുള്ളത്, സ്വന്തം അച്ഛനും അമ്മയും. സോ അവര് എതിർത്തപ്പോ പോലും ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ഇത് ശരിയാവില്ല എന്നുള്ളത്. പക്ഷെ ഈ പേഴ്സൺ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇന്നല്ലെങ്കിൽ നാളെ അവര് സമ്മതിച്ചോളും, അല്ലെങ്കിൽ അവർ അനുകൂലമായിക്കോളും, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും പാവമാണ്, അവര് നല്ലവരാണ്, അവർക്ക് അങ്ങനെ വേർതിരിവുകളൊന്നുമില്ല, അവര് ഞാൻ പറയുന്നത് കേട്ടോളും എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നിന്നിട്ടുണ്ടാകും. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് എന്താ പറയാ, ഈ വ്യക്തി മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം തെറ്റിപ്പോയി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, തെറ്റിപ്പോയി. കാരണം മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റിപ്പോയി. ഈ വ്യക്തി വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എല്ലാവരും ഈ പേഴ്സന്റെ ഇഷ്ടത്തിന് എതിര് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർ പോലും ഈ വ്യക്തിക്ക് ഇപ്പൊ എതിരാണ്. ഓക്കെ, പക്ഷെ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഈ വ്യക്തി വിചാരിക്കുന്നത് ഇത്രയും കാലം കഷ്ടപ്പെട്ട് എനിക്ക് ജീവിക്കാനും കുടുംബം നോക്കാനും, ഇത്രയും കാലം വീടൊക്കെ നോക്കി മറ്റുള്ളവരെ നോക്കാനൊക്കെ എനിക്ക് അറിയാമെങ്കിൽ ഈ ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. അങ്ങനെ ഇപ്പൊ എന്നെ ആരും തോൽപ്പിക്കണ്ട എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. പിന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് രഹസ്യമായിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളായിട്ട് നാട് വിട്ടുപോകാം, അല്ലെങ്കിൽ സ്ഥലം വിട്ടുപോകാം, വേറെ സ്ഥലത്തേക്ക് പോകാം എന്നൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. വേറെ സ്ഥലത്തേക്ക് പോയി ഫാമിലി ആയിട്ട് ജീവിക്കാം. ദെൻ അങ്ങനെയൊക്കെ ഒരു ഫാന്റസി വേൾഡ്, മനസ്സിലായോ? അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും മറ്റുള്ളവരിൽ നിന്നും ഈ പേഴ്സൺ വളരെയധികം അകന്ന് നിൽക്കുകയാണ്. മറ്റുള്ളവരോട് സംസാരിക്കുന്നില്ല. ആരുടെയും ഉപദേശം ഈ വ്യക്തിക്ക് വേണ്ട, ആരുടെയും സംസാരം ഈ വ്യക്തിക്ക് കേൾക്കണ്ട. ഓക്കെ, ആ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഇസ് ഡ്രോണിങ് മീ. ഈ ഒരു സ്ട്രെസ് ഈ വ്യക്തിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. നിങ്ങളായിട്ട് തുറന്ന് സംസാരിക്കണം, നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യണം, എന്നിട്ട് പല കാര്യങ്ങളും പരിഹരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഐ ഫീൽ ഷാറ്റഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. മനസ്സ് കീറി മുറിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.